ഹലോ, എല്ലാവർക്കും സ്പീക്കേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആർക്കിടെക്ചർ പോർഷൻസിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇനി വരാനിരിക്കുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ ആർക്കിടെക്ചറൽ ഡ്രാഫ്റ്റ്മാൻ എക്സാമിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇനി വരുന്ന ടൗൺ പ്ലാനിംഗ് സർവേയർ, അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ, ഇതുപോലെ ആർക്കിടെക്ചർ സബ്ജക്ട് സിലബസിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മാച്ച് ദി ആർക്കിടെക്ചർ വർക്ക് വിത്ത് ദി ആർക്കിടെക്ട്സ്. ഏത് ആർക്കിടെക്റ്റ് ആണ് ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ള ആർക്കിടെക്ചർ വർക്ക് ചെയ്തിട്ടുള്ളത്? ഓക്കെ, അപ്പൊ രണ്ട് കോളമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ നോക്കാം, ലോറി ബേക്കർ, ചാൾസ് കൊറിയ, DV ഡോഷി, രാജ് റിവാൾ. അടുത്തത് ആ ഒരു ആർക്കിടെക്ചർ ആണ്, ആ ഒരു വർക്കാണ്. സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് ട്രിവാൻഡ്രം, ആരണ്യ ലോ കോസ്റ്റ് ഹൗസിംഗ് ഇൻഡോർ, ജവഹർ കലാകേന്ദ്ര ജയ്പൂർ, സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ ന്യൂഡൽഹി. അപ്പൊ ഒന്നാമതായിട്ട് ലോറി ബേക്കറിന്റെ ആണ് അല്ലെ, ലോറി ബേക്കർ നിർമ്മിച്ചത് അല്ലെങ്കിൽ പണിഞ്ഞത് എന്ന് പറയുന്നത് ഓക്കെ എന്ന് പറയപ്പെടുന്നത് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് ട്രിവാൻഡ്രം. ഓക്കെ, സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് ട്രിവാൻഡ്രം തന്നെയാണ് നമ്മുടെ ലോറി ബേക്കർ സ്ഥാപിച്ചിട്ടുള്ളത്. അടുത്തത് ചാൾസ് കൊറിയ. ചാൾസ് കൊറിയ നിർമ്മിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാല് ജവഹർ കലാകേന്ദ്ര ജയ്പൂർ. അടുത്ത DV ഡോഷിയുടെ വരുന്നത് ആരണ്യ ലോ കോസ്റ്റ് ഹൗസിംഗ് ഇൻഡോർ ആയിരിക്കും. അതുപോലെ തന്നെ രാഷ്ട്രീയവാളിലാണ് സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ ന്യൂഡൽഹി. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം, കാരണം ഇത് നമുക്ക് സിംഗിൾ ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിലും വരാം. ഓക്കെ, അപ്പൊ ഇതിലൊന്ന് നോക്കി വെച്ചേക്കാം. അപ്പൊ നമ്മുടെ ആൻസർ ചെയ്ത് വരും. ഒന്നിൻ്റെത് 5 എയുടേത് 1 ആണ്. എയുടേത് 1 വരുന്നത് എയും ബിയും ഉണ്ട്. അതുപോലെ തന്നെ ബിയുടെ വരുന്നത് 3 ആണ് അല്ലെ. അപ്പൊ വരുന്ന നമ്മുടെ ആൻസർ ഡി ആണ്, ഓപ്ഷൻ ഡി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് കറക്റ്റ് ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് വെർണക്കുലർ ആർക്കിടെക്ചർ. ഈ വെർണക്കുലർ ആർക്കിടെക്ചറിനെ പറ്റിയിട്ടുള്ള വീഡിയോകളെല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഓക്കെ, ടൗൺ പ്ലാനിംഗ് അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ വെർണക്കുലർ ആർക്കിടെക്ചർ എന്താണ്? വെർണക്കുലർ ഒന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ എന്താണ് നമ്മുടെ ക്ലൈമറ്റിക് കണ്ടീഷൻസും അങ്ങനെയുള്ള കുറെ ഫാക്ടേഴ്സ് എല്ലാം കൺസിഡർ ചെയ്ത് കുറച്ചും കൂടി നല്ല എക്കണോമിക്കൽ മാത്രമല്ല കുറച്ചും കൂടി എന്താണ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മളൊരു ബിൽഡിങ്ങിനെ പണിയുക, അല്ലെങ്കിൽ വീട് റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളെല്ലാം പണിയുക അല്ലെ, എനർജി എഫിഷ്യന്റ് ആയിട്ടും ഒക്കെ. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ പണിയുന്ന ആ ഒരു വർക്കിനെയാണ് വെർണക്കുലർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ആർക്കിടെക്ട്സ് ക്യാൻ പ്ലേ എ ക്രൂഷ്യൽ പാർട്ട് ഇൻ കൺസർവേഷൻ ബൈ അക്വയറിംഗ് നോളജ് ഓഫ് ട്രഡീഷണൽ കൺസ്ട്രക്ഷൻ. രണ്ടാമത്തത്, വെർണക്കുലർ ടെക്നോളജി ലൈക്ക് വിൻഡ് മിൽസ് ആൻഡ് വാട്ടർ മിൽസ് ക്യാൻ ടീച്ച് us a lot about imaginative applications of technology. Humans are the most adaptive mammal species, and because of their intelligence, they have managed to thrive both in areas with abundant resources and those with scarcity. നാലാമത്തത്, meanings and symbolic role of shelters such as social, ritual and spiritual did not have any significance in vernacular architecture. അപ്പൊ നമുക്ക് ഈ ഒരു 4 സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോഴും എന്താണ് വെർണക്കുലർ ആർക്കിടെക്ചർ എന്താണെന്ന് ആ ഒരു കൺസെപ്റ്റ് അറിയാവുന്നവർക്ക് എന്തായാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ആർക്കിടെക്ട്സ് ക്യാൻ പ്ലേ എ ക്രൂഷ്യൽ പാർട്ട് ഇൻ കൺസർവേഷൻ ബൈ അല്ലെ, കൺസർവേഷനിൽ കൺസർവ് ചെയ്യാന്ന് വെച്ചാൽ അല്ലെ കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാം അല്ലെ, എഫക്റ്റീവ് ആയിട്ട്. അപ്പൊ ക്രൂഷ്യൽ പാർട്ട് വഹിക്കുന്ന ആരാണ്? ആർക്കിടെക്ട് ആണ് അല്ലെ. ഒരു ട്രഡീഷണൽ കൺസ്ട്രക്ഷനിൽ നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അറിവ് അതിനെ പറ്റിയിട്ടുള്ള ഒരു അറിവുണ്ടെങ്കിൽ, അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ളതാണ്. രണ്ടാമത്തത്, വെർണക്കുലർ ടെക്നോളജി ലൈക്ക് വിൻഡ് മിൽസ് ആൻഡ് വാട്ടർ മിൽസ്. നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. വിൻഡ് മിൽസും വാട്ടർ മിൽസും ഒക്കെ അല്ലെ, അതിനെയൊക്കെ പ്രയോജനപ്പെടുത്തുന്ന രീതി കോസ്റ്റ് എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വരുന്നത്, ഹ്യൂമൻസ് ആർ ദി മോസ്റ്റ് അഡാപ്റ്റീവ് മാമൽ സ്പീഷീസ് ആൻഡ് ബിക്കോസ് ഓഫ് ദർ ഇന്റലിജൻസ് ദേ ഹാവ് മാനേജ്ഡ് ടു ത്രൈവ് ബോത്ത് ഇൻ ഏരിയാസ് വിത്ത് അബണ്ടന്റ് റിസോഴ്സസ് ആൻഡ് ദോസ് വിത്ത് സ്കേഴ്സിറ്റി. ഓക്കെ, എന്ന് വെച്ചാൽ റിസോഴ്സ് കൂടുതലായിട്ടുള്ള ഏരിയാസിലും സ്കേഴ്സിറ്റി അതായത് ദൗർലഭ്യമുള്ള ഏരിയാസിലും ഒരുപോലെ ജീവിക്കാൻ പ്രാപ്തരാണ് ആര്? ഹ്യൂമൻ എന്ന് പറയുന്നത്. പിന്നീട് വരുന്നത്, മീനിങ്സ് ആൻഡ് സിംബോളിക് റോൾ ഓഫ് ഷെൽട്ടേഴ്സ് സച്ച് ആസ് സോഷ്യൽ, റിച്വൽ ആൻഡ് സ്പിരിച്വൽ ഡിഡ് നോട്ട് ഹാവ് എനി സിഗ്നിഫിക്കൻസ് എന്നാണ് പറയുന്നത്. പക്ഷെ അല്ല, സിഗ്നിഫിക്കൻസ് ഉണ്ട് അല്ലെ വെർണക്കുലർ ആർക്കിടെക്ചർ. അപ്പൊ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് റോങ് ആയിട്ടുള്ളത്. ഇവിടെ നോട്ട് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദി വെർണക്കുലർ ആർക്കിടെക്ചർ സ്റ്റൈൽസ് ഇൻ ഇന്ത്യ വിത്ത് ദി പ്ലേസ് ഓഫ് their origin state of union territories. ഒന്നാമത്തത് വെർണക്കുലർ ആർക്കിടെക്ചർ സ്റ്റൈലും രണ്ടാമത്തെ കോളത്തിൽ ഒറിജിൻ സ്റ്റേറ്റുമാണ്. ഓക്കെ, അപ്പൊ ഒന്നാമത് നോക്കാം, ഡൂങ്ക. ആക്ച്വലി എന്താണ് നമ്മൾ ഇപ്പൊ നമുക്കറിയാം, നമ്മളിപ്പം ഇന്ത്യയിൽ തന്നെ പല പല സംസ്ഥാനങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഓരോ മോഡലിലുള്ള വീടുകളായിരിക്കും അല്ലെ. അപ്പൊ ഈ ഡൂങ്ക എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിന്റെ ആണ്, ഏത് സ്റ്റേറ്റിന്റെ ആർക്കിടെക്ചർ സ്റ്റൈലാണ്? ഞാനൊരു അതിന്റെ ഒരു ചിത്രവും കൂടി കാണിച്ചു തരാം.
ഈ ഒന്നാമത് കാണിച്ചിരിക്കുന്നത് ഒന്നാമത്തെ കണ്ടോ ഈ ഒരു ബോട്ട് ലൈക്ക് ഒരു ആർക്കിടെക്ചറൽ സ്ട്രക്ചർ ആണ്. ഇങ്ങനെയുള്ള വീടുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്, നിങ്ങളൊക്കെ ഓരോ യാത്രകളൊക്കെ പോകുമ്പോഴൊക്കെ കാണാറുള്ള ടൈപ്പാണിത്. ഓക്കെ, ഡൂങ്ക എന്ന് പറയുന്നത് എവിടുത്തെ ആയിരിക്കും? ഡൂങ്ക എന്ന് പറഞ്ഞാൽ ജമ്മു ആൻഡ് കാശ്മീർ. ഓക്കെ, ഡൂങ്ക വരുന്നത് ജമ്മു ആൻഡ് കാശ്മീർ. സോ ജമ്മു ആൻഡ് കാശ്മീരിലെ ആർക്കിടെക്ചർ സ്റ്റൈലാണ് ഡൂങ്ക. അടുത്തത് ബിറ്റോഡ. രണ്ടാമത്തെ ഫിഗർ നോക്കുക. ബിറ്റോഡ എന്ന് പറയുന്നത് ഇതുപോലെ ഈ ഒരു രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ഹൗസ് അല്ലെ. അപ്പൊ അതൊന്ന് ബിറ്റോഡ വരുന്ന എവിടെയായിരിക്കും വരുന്നത്? ഉത്തർപ്രദേശാണ് കേട്ടോ. ബിറ്റോഡ വരുന്നത് ഉത്തർപ്രദേശാണ്. സോ ബിയുടെ വരുന്നത് നാലാമത്തെ ഉത്തർപ്രദേശ്. അപ്പൊ ഉത്തർപ്രദേശായി, ജമ്മു കാശ്മീർ ആയി. ഇതിലിപ്പോ നമുക്ക് തുടക്കം തന്നെ ഇപ്പൊ നമുക്ക് ഇതൊന്നും അറിയില്ലെങ്കിൽ പോലും നമുക്കറിയാം നാലുകെട്ട് എവിടെ വരുന്നതാണ്. നാലുകെട്ട് വരുന്ന നമ്മുടെ കേരളത്തിലാണ് അല്ലെ. സോ നാലുകെട്ട് കേരളത്തിലാണ് വരുന്നത്. സോ നമുക്ക് ഓൾറെഡി ഇതങ്ങ് പോകും. പിന്നെ ചെട്ടിയാർ ഹോംസ് ആ ഒരു രീതിയിൽ വരുന്ന ഹോമൊക്കെ വരുന്ന നമ്മുടെ തമിഴ്നാട് പ്രദേശത്തെ ആയിരിക്കും. അപ്പം ഇതും ഓക്കെയാണ് അല്ലെ. അപ്പൊ അത് രണ്ടും തന്നെ ആദ്യമേ പോയി. അപ്പം ഈ വരുന്നത് എവിടെയാണ്? 6. ഓക്കെ, അപ്പൊ ചെട്ടിയാറും നാലുകെട്ടും പോയി. അപ്പം ഈ വരുന്നത് 6ഉം എഫ് വരുന്നത് എവിടെയാണ്? 3യുമാണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം, ആ രണ്ട് ഓപ്ഷൻ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്ത് നോക്കാൻ പറ്റും. പിന്നെ വരുന്നത് ഫൂങ്കയാണ്. ഫൂങ്ക വരുന്നത് എവിടെയാണ്? ഫൂങ്ക വരുന്നത് ഒറീസ. അപ്പൊ ഞാൻ ഒരു ഫിഗർ കാണിച്ചു തരാം. ഇതാണ് ഫൂങ്ക കണ്ടോ, ഈ ഒരു ഫിഗർ ഇതാണ് ഫൂങ്ക. അടുത്ത രണ്ടാമത് ചേന്തി ഡെയിൻ വരുന്നത് ഇതാണ് ഈ ഒരു ഹൗസ്. ഓക്കെ, രണ്ട് ഏകദേശം ഒരുപോലെയാണ്, പക്ഷെ വ്യത്യാസങ്ങളുണ്ട്. ഇത് ചിത്രപ്പണിയോട് കൂടി നമ്മൾ സിനിമകളിലൊക്കെ കാണാറുള്ളതാണ് ഈ രീതിയിലുള്ള ഹൗസുകൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ഫൂങ്ക വരുന്നത് ഗുജറാത്തിലാണ്. ഓക്കെ, ഫൂങ്ക ഗുജറാത്ത് സ്റ്റേറ്റിലാണ് ഫൂങ്ക വരുന്നത്. പിന്നീട് വരുന്ന ഏതാണ്? ചേന്തി ഡെയിൻ വരുന്നത് ഒറീസയിൽ വരും. അപ്പൊ ഈ ഒരു രീതിയിൽ പഠിച്ചു വെക്കുക. ഇത് നമുക്ക് ഇതുപോലെ മാച്ച് ദ ഫോളോയിങ്ങിൽ നമ്മൾ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്കിപ്പോ കിട്ടി അല്ലെ. കാരണം ഈ ഒരു ക്വസ്റ്റനിലും നമുക്ക് കുറച്ച് അധികം കാര്യങ്ങളാണ് കിട്ടിയത്. അപ്പൊ ഇതൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ട് സിംഗിൾ ആയിട്ടും ചോദിക്കാം. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതാണ് ചെട്ടിയാർ ഹൗസ് കേട്ടോ. ചെട്ടിയാർ വരുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് ഹൗസ് ആണ്. നാലുകെട്ട് അറിയില്ല, 4 കെട്ട് 8 കെട്ടൊക്കെ മോഡൽ വരുന്നത് നമ്മുടെ കേരളത്തിലാണ്. Next question. What is the appropriate approach to ensure vernacular architecture survival into the future for creating a sustainable built environment? അതായത് വെർണക്കുലർ ആർക്കിടെക്ചറിന്റെ അല്ലെ ആ ഒരു അപ്രോപ്രിയേറ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്, അതായത് മീൻസ് ഏത് രീതിയിൽ നമ്മൾ വെർണക്കുലർ ആർക്കിടെക്ചർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്യൂച്ചറിൽ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഒന്ന് കൺസർവേഷൻ, റീഹാബിലിറ്റേഷൻ, റീയൂസ് ആൻഡ് റീകൺസ്ട്രക്ഷൻ യൂസിങ് ട്രഡീഷണൽ മെത്തഡോളജീസ്, ഓൾ ഓഫ് ദി എബോ. ഇത് വായിച്ചാലേ നമുക്ക് അറിയാൻ പറ്റുകയാണ് ഓൾ ഓഫ് ദി എബോ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓൾ ഓഫ് ദി എബോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. From the factors mentioned below, highlight the important factors that had influenced the Kerala's vernacular architecture. കേരളത്തിന്റെ വെർണിക്കുലർ ആർക്കിടെക്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന്. ക്ലൈമറ്റിക് ഫാക്ടേഴ്സ്. 2 ഇൻഫ്ലുവൻസസ് ഓഫ് മെരിടൈം സൊസൈറ്റീസ് ലൈക്ക് റോമൻസ്, ചൈനീസ്, അറബ്സ് ആൻഡ് യൂറോപ്യൻ ട്രേഡേഴ്സ്. Then culture of bordering states. So ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇൻഫ്ലുവൻസ് ഓഫ് മെരിടൈം സൊസൈറ്റീസ് ലൈക്ക് റോമൻ, ചൈനീസ്, അറബ് ആൻഡ് യൂറോപ്യൻ ട്രേഡേഴ്സ്, ഇതൊക്കെ ഉള്ളതാണ്. പിന്നെ കൾച്ചർ ഓഫ് ബോർഡറിംഗ് സ്റ്റേറ്റ്സിന്റെ കൾച്ചറുമായിട്ടൊന്നും ഇല്ല. കാരണം ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പൊ നമ്മുടെ കേരളത്തിലെ 4 കെട്ട് 8 കെട്ട് അതൊക്കെ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ആർക്കിടെക്ചർ സ്റ്റൈലാണ് അല്ലെ. അത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് നമ്മുടെ ബോർഡറിംഗ് സ്റ്റേറ്റിന്റെ എന്തെങ്കിലും കൺസിഡർ ചെയ്തിട്ടാണ്? ഒരിക്കലും അല്ല. അപ്പം നമ്മുടെ കൾച്ചർ വെച്ചിട്ടാണ് നമ്മൾ ഒരു ആർക്കിടെക്ചർ സ്റ്റൈല് കൊടുക്കുന്നത്. അപ്പം ഇത് തെറ്റാണ്. അപ്പൊ എന്ത് വരും? 1ഉം 2ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What are the crucial aspects of planning in Kerala's vernacular architecture? Okay, ഒന്നാമത് നോക്കുക. The direction of the prevailing winds, then courtyard spaces, and internal and external veranda, high plinth and sloping roof. Kerala's vernacular architecture ആണ്. അപ്പൊ ഏതൊക്കെയായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? എല്ലാം ഡയറക്ഷൻ ഓഫ് പ്രിവൈലിംഗ് മീൻസ് അല്ലെ, നമ്മൾ കാറ്റിന്റെ ഗതി അനുസരിച്ചിട്ടാണല്ലേ നമുക്ക് എവിടെ മീൻസ് നമുക്ക് പൂമുഖം എവിടെ കൊടുക്കണം അങ്ങനെയൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. പിന്നെ കോർട്ട്യാർഡിന്റെ സ്പേസുകൾ, അതുപോലെ ഇന്റർണൽ എക്സ്റ്റേണൽ വരാന്ത കൊടുക്കുന്നത്, പിന്നെ ഹൈ പ്ലിന്ത് ആൻഡ് സ്ലോപ്പിംഗ് റൂഫ് അല്ലെ, ആ രീതിയിലല്ലേ നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കേരളത്തിന്റെ 4 കെട്ട് കണ്ടാത്തിന് അല്ലെങ്കിൽ 8 കെട്ട് കണ്ടാത്തിന് നമുക്ക് അറിയുന്നത് സ്ലോപ്പിംഗ് റൂഫാണ് നമുക്ക് മെയിൻ ആയിട്ട് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ കൊടുക്കാറുള്ളത് അല്ലെ. അപ്പൊ ആൻസർ എന്ത് വരും?
ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി എബോവ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റഗ്രേറ്റിംഗ് ക്ലൈമറ്റ് റെസ്പോൺസീവ് ആർക്കിടെക്ചർ ഇൻ അപ്കമിംഗ് ബിൽഡ് അപ്പ് ഏരിയാസ് is important to make our settlements resilient and sustainable. എന്താണ് ഇന്റഗ്രേറ്റിംഗ് ക്ലൈമറ്റ് റെസ്പോൺസീവ് ആർക്കിടെക്ചർ? ക്ലൈമറ്റ് റെസ്പോൺസീവ് ആർക്കിടെക്ചർ നമ്മൾ എന്ത് ചെയ്യണം? ഒപ്പം ചേർക്കണം. ഇൻ അപ്കമിംഗ് ബിൽഡപ്പ് ഏരിയാസ് ഇസ് ഇമ്പോർട്ടന്റ് ടു മേക്ക് അവർ സെറ്റിൽമെന്റ്സ് റെസിലിയൻസ് ആൻഡ് സസ്റ്റൈനബിൾ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫാക്ടേഴ്സ് ആർ ഇമ്പോർട്ടന്റ് ഫോർ ഡിസൈനിങ് എ ക്ലൈമറ്റ് റെസ്പോൺസീവ് ബിൽഡിംഗ്? ഒരു ക്ലൈമറ്റ് റെസ്പോൺസീവ് ബിൽഡിംഗ് ആയിട്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ഏതെല്ലാം ഫാക്ടേഴ്സ് ആണ് ഇമ്പോർട്ടന്റ്? സോ ഫസ്റ്റ് വൺ, the geographical location of the site, then maximizing natural ventilation and daylighting, reducing building energy footprint, and the road network. Okay, അപ്പോൾ സൈറ്റിന്റെ ജിയോളജിക്കൽ ലൊക്കേഷൻ അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. പിന്നെ മാക്സിമൈസിങ് നാച്ചുറൽ വെന്റിലേഷൻ ആൻഡ് ഡേ ലൈറ്റിംഗ് അതും നമ്മുടെ ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് അല്ലെ, ക്ലൈമാറ്റിക് റെസ്പോൺസീവ് എന്ന് പറയുന്നത്. അടുത്ത റെഡ്യൂസിങ് ബിൽഡിംഗ് എനർജി ഫുട്പ്രിന്റ് അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. അടുത്ത റോഡ് നെറ്റ്വർക്ക്, അതുണ്ടോ? ഇല്ല, റോഡ് നെറ്റ്വർക്ക് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. പക്ഷെ എന്താണ് നമുക്ക് വേണ്ട എന്താണ് ക്ലൈമറ്റ് റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. സോ അതിൽ വരുന്ന ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1, 2, 3 ആണ്. സോ ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, to be included on the World Heritage List, sites must be of outstanding universal value and meet at least dash out of 10 selection criteria. ശരിക്കും നമ്മുടെ അതായത് ഇപ്പൊ എന്താണ് ഒരു വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആവണം എന്നുണ്ടെങ്കിൽ 10 സെലക്ഷൻ ക്രൈറ്റീരിയ ആണ് മെയിൻ ആയിട്ടും കൊടുക്കുക. അതിൽ ഒരെണ്ണമെങ്കിലും അറ്റ്ലീസ്റ്റ് 1 out of 10 എങ്കിലും എന്തായിരിക്കണം? ആ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിരിക്കണം. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. എന്ത്? 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which among the following temples of India is known as Black Pagoda? ബ്ലാക്ക് പഗോഡ എന്ന് വിളിക്കുന്നത് ഇന്ത്യയിലെ ഏത് ടെമ്പിളിനെയാണ്? മീനാക്ഷി ടെമ്പിൾ, സൺ ടെമ്പിൾ, ജഗന്നാഥ് ടെമ്പിൾ, ബൃഹദീശ്വര ടെമ്പിൾ. ഏതാണ്? സൺ ടെമ്പിൾ, കൊണാർക്ക്. അതിനെയാണ് നമ്മൾ ബ്ലാക്ക് പഗോഡ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who founded the Society for the Protection of Ancient Buildings in 1877, further promoting Ruskin's key points on conservation? Okay, ആരാണ് എന്ത് സൊസൈറ്റി? Who founded the Society for the Protection of Ancient Buildings? Okay, അതായത് 1877 ഏൻഷ്യന്റ് ബിൽഡിങ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അതുപോലെ തന്നെ അതിനുശേഷം റസ്കിൻസ് കീ പോയിന്റ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ആരാണ്? എന്ത്? കൺസർവേഷനിൽ അല്ലെ, കൺസർവ് ചെയ്യുക. അതായത് പുരാതന കെട്ടിടങ്ങളെല്ലാം എന്ത് ചെയ്യണം? നമ്മൾ കൺസർവ് ചെയ്യണം. അപ്പൊ ആ ഒരു അതിന് വേണ്ടിയിട്ട് അല്ലെ പ്രവർത്തിച്ചത് ആരാണ്? വില്യം മോറിസ് ആണ്. ഓക്കെ, വില്യം മോറിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, among the options provided, which one has been designated as a cultural landscape inscribed on the World Heritage List? Okay, വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇടം പിടിച്ച കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് എന്ന് നമ്മൾ നോർമലായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് ഏതിനെയാണ്? ഒന്ന് ഖജുരാഹോ ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ്, കുത്തബ് മിനാർ ആൻഡ് ഇറ്റ്സ് മോണുമെന്റ്സ്, എലിഫന്റ് കേവ്സ്, ദെൻ റോക്ക് ഷെൽട്ടേഴ്സ് ഓഫ് ഭിംബേട്ക. ഓക്കെ, ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ വരുന്നത് അതായത് which one has been designated as a cultural landscape inscribed on the World Heritage List? അത് വരുന്നത് റോക്ക് ഷെൽട്ടേഴ്സ് ഓഫ് ഭിംബേട്ക ആണ്. ഓക്കെ, റോക്ക് ഷെൽട്ടേഴ്സ് ഓഫ് ഭിംബേട്ക ഇതാണ് റോക്ക് ഷെൽട്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following sentences clearly means anthropometry? ആന്ത്രോപോമെട്രി എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏത് സെന്റൻസ് ആണ് കറക്റ്റ് ആയിട്ട് അതിനെ പ്രതിപാദിക്കുന്നത്? സ്റ്റഡി ഓഫ് പീപ്പിൾ ആൻഡ് ദെയർ റിലേഷൻഷിപ്പ് വിത്ത് ദി എൻവയോൺമെന്റ് അറൌണ്ട്, relation of one part to another of whole, the measurement of the size and proportions of the human body, ratio between the size of object and actual size. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇതാണ്. ഹ്യൂമൻ ബോഡിയിലെ മീൻസ് നമ്മളിപ്പോ ഇരിക്കുമ്പോഴാണെങ്കിലും ആ ഒരു മെഷർമെന്റ്സ് അല്ലെങ്കിൽ അളവുകളാണ്. അതായത് എന്റെ ഫിഗർ കാണിക്കാൻ ഈ ഒരു രീതിയിലുണ്ടോ. അപ്പൊ ഈ ഒരു റേഷ്യോ മീൻസ് ഇപ്പൊ ഏതാണെങ്കിലും നമ്മൾ ജനറൽ ആയിട്ട് നമുക്കൊരു റേഞ്ച് ഉണ്ട് മീൻസ് ഓരോ അളവുകൾക്ക്. ഓക്കെ, നോർമൽ ആയിട്ടുള്ള കേസിൽ. സോ ആന്ത്രോപോമെട്രി എന്താണെന്ന് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, കാരണം നമുക്ക് ഇതിൽ ക്വസ്റ്റ്യനിൽ ചോദിക്കായിരിക്കും. ഓക്കെ, അപ്പം സയൻസ് ഓഫ് മെഷറിംഗ് ആൻഡ് അനലൈസിംഗ് ദ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഹ്യൂമൻ ബോഡി ഇൻക്ലൂഡിംഗ് ഇറ്റ് സൈസ്, ഷേപ്പ് ആൻഡ് ഫങ്ഷണൽ കേപ്പബിലിറ്റീസ്.
അതുപോലെ തന്നെ ഇറ്റ് ഇൻവോൾവ്സ് ദി സിസ്റ്റമാറ്റിക് കളക്ഷൻ ആൻഡ് കോറിലേഷൻ ഓഫ് മെഷർമെന്റ്സ് സച്ച് ആസ് ഹൈറ്റ്, വെയിറ്റ്, ബേസ്ഡ് സർക്യൂംഫറൻസ് ആൻഡ് സ്കിൻ ഫോൾഡ് തിക്നെസ്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു ടേബിൾ ആയിട്ടൊക്കെ നമുക്ക് ഓരോ പാർട്ടുകളും എത്ര അളവുകൾ വീതം വരണം എന്നൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട് നോർമൽ കേസ്. ഓക്കെ, അപ്പൊ അതാണ് ആൻഡ്രോപോമെട്രി എന്ന് പറയുന്നത്. സോ ആൻസർ വരുന്നത് സി ആണ്, ദി മെഷർമെന്റ് ഓഫ് ദി സൈസ് ആൻഡ് പ്രൊപ്പോർഷൻസ് ഓഫ് ദി ഹ്യൂമൻ ബോഡി. Next question, New Delhi was designated by, designed by. New Delhi designed ചെയ്തത് ആരാണ്? എഡ്വിൻ ലൂട്യൻസ് ആൻഡ് ഹെർബർട്ട് ബേക്കർ, then Edwin Lutyens and George B, then Lutyens and D.B. Doshi, Lutyens and Irving. ആരാണ്? ഓക്കെ, അതായത് നമ്മുടെ ഡൽഹി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഹെർബർട്ട് ബേക്കറും ല്യൂട്ടനും. ഓക്കെ, അപ്പൊ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the optimum reverberation time range required for good acoustics in a classroom or a lecture hall. ഒരു ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ ഒരു ലെക്ചർ ഹാളിൽ ആവശ്യമായിട്ടുള്ള ഒപ്റ്റിമം റിവർബറേഷൻ ടൈം റേഞ്ച് എത്രയാണ്? 0 to 0.5 seconds, 0 to 1 seconds, 0.5 to 1 seconds, 0.5 to 1.5 seconds. ഓക്കെ, അപ്പൊ ശരിക്കും നമ്മുടെ നോർമൽ ആയിട്ടുള്ള റേഞ്ച് ഞാൻ പറഞ്ഞു തരാം, പക്ഷേ നമ്മുടെ PSC എക്സാമിന്റെ ആൻസർ ആ ഒരു റേഞ്ചിലല്ലായിരുന്നു. ഓക്കെ, നോക്കുക, റെക്കമെൻഡഡ് റിവർബറേഷൻ ടൈം ഫോർ എ ക്ലാസ് റൂം ഓർ ലെക്ചർ ഹോൾ എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള റേഞ്ചിലാണ് 0.4 മുതൽ 1.5 സെക്കൻഡ്സ് ആണ്. ഓക്കെ, റെക്കമെൻഡഡ് റിവർബറേഷൻ ടൈം എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ PSC എക്സാമിന്റെ ആൻസർ അവർ കൊടുത്തിരുന്നത് ഓക്കെ 0.5 to 1 സെക്കൻഡ്സ് ആണ്. ആ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ അതിന്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ 0.4 to 0.6 സെക്കൻഡ്സ് ഫോർ ഐഡിയൽ റേഞ്ച് ഫോർ ക്ലാസ് റൂംസ് ആണ്. അതുപോലെ തന്നെ 1 to 1.5 സെക്കൻഡ്സ് ആണ് ലെക്ചർ ഹോളിന് റെക്കമെൻഡ്, സെപ്പറേറ്റ് ഒരു രണ്ട് വാല്യൂസും കൂടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജനറൽ റേഞ്ച് ഇതാണ്, പക്ഷെ നമ്മുടെ PSCയുടെ ആൻസർ എന്ന് പറയുന്നത് കൊടുത്തിരുന്നത് ഫൈനൽ ആൻസർ, കീ ആൻസർ ആണ് 0.5 to 1 സെക്കൻഡ്സ് ആണ്. അതും കൂടി ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, നോയ്സ് റിഡക്ഷൻ കോഎഫിഷ്യന്റ് ഓഫ് ആൻ ഓപ്പൺ വിൻഡോ. ഒരു ഓപ്പൺ വിൻഡോയുടെ നോയ്സ് റിഡക്ഷൻ കോഎഫിഷ്യന്റ് എത്രയാണ്? 0.25, 0.75, 1, 0. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താ നോയ്സ് റിഡക്ഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, മാത്തമാറ്റിക്കൽ കോഎഫിഷ്യന്റ് ദാറ്റ് മെഷേഴ്സ് ഹൗ വെൽ എ മെറ്റീരിയൽ അബ്സോർബ് സൗണ്ട്. ഒരു മെറ്റീരിയൽ സൗണ്ടിനെ എത്രത്തോളം അബ്സോർബ് ചെയ്യുന്നുണ്ട്, അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ കോഎഫിഷ്യന്റ് ആണ് നോയ്സ് റിഡക്ഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, ഒരു ഓപ്പൺ വിൻഡോ എന്ന് വെച്ചാൽ എന്തുമാത്രം സൗണ്ടിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്? മൊത്തം സൗണ്ടിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട് അല്ലെ? ഓപ്പൺ വിൻഡോയിലൂടെ കംപ്ലീറ്റ് സൗണ്ട് അകത്തേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് വരും അല്ലെ? അപ്പൊ എത്ര ആയിരിക്കും? 100% എന്താണ് അകത്തേക്ക് ഉള്ളിലേക്ക് വരിക, കടത്തി വിടുന്നു അല്ലെ സൗണ്ടിന്. അപ്പോ NRC ഓഫ് an open window is 1, which means that all sound passes through the window and does not reflect back to the space. ഓക്കെ, അപ്പൊ നമ്മുടെ ഓപ്പൺ ആയിട്ടുള്ള ഓപ്പൺ വിൻഡോ എന്ന് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓപ്പൺ വിൻഡോയിൽ പ്രത്യേകിച്ച് സൗണ്ട് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, കംപ്ലീറ്റ് ആയിട്ട് കടത്തി വിടുന്നുണ്ട്. സോ 100%. മനസ്സിലാണെങ്കിൽ ബാക്കിയും കൂടി ജസ്റ്റ് ഒന്ന് ആവശ്യമായിട്ടേക്കാം. അപ്പോൾ വരുന്നത് ഓപ്പൺ വിൻഡോയുടെ കേസിൽ 1 ആണ് നമ്മുടെ ആൻസർ കോഎഫിഷ്യന്റ്. പിന്നെ ഇവിടെ അഡീഷണലി കൊടുക്കാനുള്ളത് ഒരു സ്മൂത്ത് കോൺക്രീറ്റ് വോൾ, ഒരു കോൺക്രീറ്റിന്റെ വോൾ ആണെങ്കിൽ നമ്മൾ നോർമൽ ആയിട്ട് പറഞ്ഞാൽ 0 ആണ് NRCയുടെ അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the loudness inside a room is measured by means of dash and this unit is arrived at on the basis of dash. നോർമലി നമ്മൾ ഡെസിബൽ എന്നൊക്കെ പറയും, പക്ഷെ ആക്ച്വലി ഡെസിബൽ അല്ല. നമ്മൾ മെയിൻ ആയിട്ടും ഒരു റൂമിലെ ലൗഡ്നെസ് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന കർവുകളാണ് എന്ത്? കോണ്ടൂർ ആണ്. ഈക്വൽ ലൗഡ്നെസ് കോണ്ടൂർ എന്ന് പറയും. ആ ഈക്വൽ ലൗഡ്നെസ് കോണ്ടൂറിൽ തന്നെ ഈ ഒരു സൗണ്ടിന്റെ ആ ഒരു ലൗഡ്നെസ് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് ഫോൺസ് ആണ്. ഓക്കെ, ആൻസർ വരുന്നത് ഡി ആണ്. ജസ്റ്റ് ഒന്ന് കാണിക്കാം. ആൻഡ് ഈക്വൽ ലൗഡ്നെസ് കോണ്ടൂർ ഇസ് എ മെഷർ ഓഫ് സൗണ്ട് പ്രഷർ ലെവൽ ഓവർ ദി ഫ്രീക്വൻസി സ്പെക്ട്രം. അപ്പൊ ഇതിൽ തന്നെ നമ്മുടെ യൂണിറ്റ് എന്ന് പറയുന്നത്, ലൗഡ്നെസ് ലെവലിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫോൺ ആണ്. ഓക്കെ, അതും കൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കും. ഇതൊക്കെ നമ്മുടെ PSC എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, the maximum distance between the source and reflecting surfaces beyond which acoustic defect of echo creates an issue within the enclosure is. Okay, there is echo. Okay, എന്ന് വെച്ചാൽ എന്താണ്? മാക്സിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സോഴ്സ് ആൻഡ് റിഫ്ലക്ടിംഗ് സർഫസ്. സോഴ്സും റിഫ്ലക്ടിംഗ് സർഫസും തമ്മിലുള്ള ഒരു മാക്സിമം പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് ബിയോണ്ട് വിച്ച് അക്കോസ്റ്റിക് ഡിഫക്ട് ഓഫ് എക്കോ ക്രിയേറ്റ്സ് ആൻ ഇഷ്യൂ വിത്തിൻ ദി എൻക്ലോഷർ. അപ്പൊ അതേതാണ് ആക്ച്വലി ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്ക. ഈ ഒരു വാല്യൂ 17 മീറ്റർ ആണ്. ഓക്കെ, 17 മീറ്റർ.
ബിയോണ്ട് വിച്ച് അക്കോസ്റ്റിക് ഇഫക്ട് ഓഫ് എക്കോ ക്രിയേറ്റ്സ് ആൻ ഇഷ്യൂ വിത്തിൻ ദി എൻക്ലോഷർ. ആ ഒരു 17 കിലോമീറ്ററിനകത്ത്, സോറി കിലോമീറ്റർ അല്ല, 17 മീറ്ററിനകത്താണ് എക്കോ ഇഷ്യൂ ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among these is a secondary color? ഓക്കെ, സെക്കൻഡറി കളർ ഏതാണ്? ഓക്കെ, റെഡ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ. അപ്പം സെക്കൻഡറി കളർ ഇതിൽ ഏതായിരിക്കാം? നമ്മുടെ നോർമൽ ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു ആർക്കിടെക്ചർ ബേസിൽ പറയാം, അതുപോലെ ലൈറ്റിന്റെ ബേസിസിലും പറയാം. അപ്പൊ നമുക്കറിയാം ലൈറ്റിൽ ഏതൊക്കെയാണ് പ്രൈമറി കളേഴ്സ്. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ, ലൈറ്റിലെ പ്രൈമറി കളേഴ്സ് ഏതാണ്? 3 ആണല്ലേ പ്രൈമറി കളേഴ്സ് ആയിട്ടുള്ളത്. അതായത് റെഡ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ബ്ലൂ ഉണ്ട്, ദെൻ വരുന്നത് ഗ്രീൻ ആണ്. ഇത് 3 ലൈറ്റിന്റെ എന്ത് പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. ലൈറ്റിന്റെ പ്രൈമറി കളേഴ്സ്, സോറി ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട്. പ്രൈമറി കളേഴ്സ് എന്ന് പറഞ്ഞാൽ റെഡും, സോറി ലൈറ്റിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ റെഡും ഗ്രീനും ബ്ലൂവുമാണ് പ്രൈമറി കളേഴ്സ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. അടുത്ത പ്രൈമറി കളേഴ്സ് ഓഫ് ലൈറ്റ് കമ്പൈനിങ് 2 ഓഫ് ദീസ്. അപ്പൊ ഇതിനെ തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? സെക്കൻഡറി കളേഴ്സ് ആണ്. ആ സെക്കൻഡറി കളേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്ന 3 കളർ. പക്ഷേ ഇൻ ടേംസ് ഓഫ് ആർക്കിടെക്ചർ, അല്ലെങ്കിൽ ആർക്കിടെക്ചർ നമ്മൾ കളർ വീൽ എന്ന് പറഞ്ഞൊരു സംഭവമാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു കളറിന്റെ ആ ഒരു വേരിയേഷൻ ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിൽ പ്രതിപാദിക്കുന്ന പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത് റെഡും യെല്ലോയും ബ്ലൂവും ആണ്. ഈ റെഡും യെല്ലോയും ബ്ലൂവും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ, മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സെക്കൻഡറി കളേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രൈമറി കളേഴ്സ് ഏതൊക്കെയാണ്? റെഡ്, ബ്ലൂ, യെല്ലോ ആണ്. പക്ഷേ സെക്കൻഡറി കളർ ഏതായിരിക്കും? ഗ്രീൻ ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ എല്ലാവർക്കും തെറ്റിപ്പോകുന്ന ക്വസ്റ്റൻ ആണ്. ഒരിക്കലും റെഡും ബ്ലൂവും ഗ്രീനും പ്രൈമറി കളർ എന്ന് പറയാം. ലൈറ്റ് എന്ന് എടുത്ത് ചോദിച്ചാൽ മാത്രം എന്ത് പറയും? റെഡും ബ്ലൂവും ഗ്രീനുമാണ് പ്രൈമറി കളർ, ആൻഡ് അത് കമ്പൈൻ ചെയ്യാനുണ്ടാകുന്ന കളേഴ്സ് ആണ് സെക്കൻഡറി കളേഴ്സ്. പക്ഷെ ജസ്റ്റ് മീൻസ് സെക്കൻഡറി കളർന്നോ പ്രൈമറി കളർന്നോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ടത് റെഡ്, ബ്ലൂ, യെല്ലോ ആണ് പ്രൈമറി കളേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a relatively light value of the color produced by adding white to it. Okay, white color add ചെയ്യുന്ന, ഓക്കെ വൈറ്റ് കളർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു വാല്യൂ ഓഫ് കളറിനെ വിളിക്കുന്ന പേര് എന്താണ്? ടിന്റ്, ഹ്യൂ, ഷെയ്ഡ്, ടോൺ. ഓക്കെ, ഇപ്പൊ സ്കിൻ ടോൺ എന്നൊക്കെ പറയത്തില്ലേ, അതൊക്കെ ആ ഒരു കളറിന്റെ ആ ഒരു കളർ ഷെയ്ഡ് അല്ലെങ്കിൽ ആ ഒരു വേരിയേഷൻ ആണ് അല്ലെ. കളർ ടോൺ എന്ന് പറയാം, കളർ ഷെയ്ഡ് എന്ന് പറയാം അല്ലെ. അപ്പൊ ടിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഓരോന്ന് നോക്കാം. അപ്പൊ ശരിക്കും വൈറ്റ് കളർ ആഡ് ചെയ്യുന്ന, ആഡിങ് വൈറ്റ് ആഡ് ചെയ്യുന്ന പ്രോസസിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ടിന്റ് എന്ന് പറയും. ഓക്കെ, സോ ടിന്റ് ആണ് വൈറ്റ് ആഡ് ചെയ്യുന്ന പ്രോസസ്. അടുത്തത് ബ്ലാക്ക് ആഡ് ചെയ്യുന്ന ഒരു മീൻസ് ആ ഒരു ഇതുണ്ട്. ബ്ലാക്ക് ആഡ് ചെയ്യുമ്പോൾ ദ ഓപ്പോസിറ്റ് ഓഫ് ദി ടിന്റ് ആണ് ഷെയ്ഡ്. അത് നമുക്ക് ബ്ലാക്ക് ആഡ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. അടുത്തത് മിക്സിംഗ് കളർ വിത്ത് ഗ്രേയുമായിട്ട് മിക്സ് ചെയ്യുന്നതിനാണ് ടോണിങ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഹ്യൂ എന്ന് പറയുന്ന പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദി സ്പെസിഫിക് കളർ നെയിം ഓർ കാറ്റഗറി സച്ച് ആസ് റെഡ്, ബ്ലൂ, ഗ്രീൻ അങ്ങനെ പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹ്യൂ എന്ന് പറയുന്നത്. സോ നമ്മുടെ ആൻസർ വരുന്നത് ടിന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മൂവ്മെന്റ് ക്യാരക്ടറൈസ്ഡ് ബൈ എ പാറ്റേൺ repetition or alteration of formal elements or motifs in the same or modified form is called. ഓക്കെ, അതായത് റെപ്പറ്റീഷൻ, ഒരു പെർട്ടിക്കുലർ പാറ്റേണിന്റെ റെപ്പറ്റീഷൻ അല്ലെങ്കിൽ ഓൾട്ടർനേഷനെ വിളിക്കുന്ന പേര് എന്താണ്? സിമെട്രി, ബാലൻസ്, റിതം, റെപ്പറ്റീഷൻ. ഏതായിരിക്കും? നമ്മൾ അതിന് പ്രത്യേകിച്ച് ആർക്കിടെക്ചറിൽ ഒരു നെയിം പറയുന്നുണ്ട്. ആ നെയിം ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ജസ്റ്റ് റെപ്പറ്റീഷൻ അങ്ങനെയല്ല പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് പറയുന്നത് ഇത്രേ ഉള്ളൂ കേട്ടോ. ഋതം, ഒരു പാറ്റേൺ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെ വിളിക്കുന്ന പേരാണ് ഋതം എന്ന് പറയുന്നത്. സോ ആൻസർ വരുന്നത് സി ആണ്, ഋതം. ഓക്കെ, എന്നിട്ട് സിമെട്രി അല്ലെങ്കിൽ ബാലൻസ് എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. എന്താണ്? നമ്മൾ ജസ്റ്റ് ഒരു ആക്സിസ് ആയിട്ട് ഇതിനെ രണ്ടായിട്ട് മുറിക്കുവാണെങ്കിൽ, ഓക്കെ, ഇതിന് രണ്ടായിട്ട് നമ്മൾ മുറിക്കുവാണെങ്കിൽ ഇപ്പുറത്തേക്കും ഒരുപോലെ ഈക്വൽ ആയിട്ട്, അതാണ് സിമെട്രിക്കൽ ബാലൻസ് എന്ന് പറയുന്നത്. അസിമെട്രിക്കൽ ബാലൻസ് എന്താണ്? ഇപ്പൊ നമ്മൾ ഇവിടെ ഇതുപോലെ, അതായത് ഒരു ആക്സിസ് ഇങ്ങനെ കൊടുത്താൽ ഒരേ ഈക്വൽ ക്വാണ്ടിറ്റി ആയിരിക്കും. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വേറെ പോലെയും ഇവിടെ വേറെ പോലെ ഇരിക്കും, ഡിഫറെന്റ് ആയിട്ടിരിക്കും. ഓക്കെ, പക്ഷെ അത് ബാലൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്വാണ്ടിറ്റി വൈസ്. അതാണ് എന്ന് പറയുന്നത് അസിമെട്രിക്കൽ ബാലൻസ്. ഋതം എന്ന് വെച്ചാൽ ഇതാണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫിസിക്കൽ ഡയമെൻഷണൽ സ്ട്രക്ചർ ഓഫ് എ സർഫസ് അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് കളർ ഓർ ഫോം. അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഫിസിക്കൽ ഡയമെൻഷണൽ സ്ട്രക്ചർ ഓഫ് എ സർഫസ് അപ്പാർട്ട് ഫ്രം ദിസ് കളർ. ഇപ്പൊ നമ്മളൊരു സ്ട്രക്ചറിന്റെ കളർ, ഫോം അങ്ങനെ പറയാതെ ഒരു ഫിസിക്കൽ ഡയമെൻഷണൽ ആ ഒരു മീൻസ് രീതിയിൽ പറയുന്നത് ഒരു സർഫസിനെ പറയുന്ന പേര് എന്താണ്? ഓക്കെ, ടെക്സ്ചർ എന്നാണ് പറയുന്നത്. അതിൽ തന്നെ നമ്മുടെ ഫിസിക്കൽ ഡയമെൻഷണൽ ആ ഒരു രീതിയിൽ പറയുന്നതാണ്. അതായത് നമ്മൾ കണ്ട് മനസ്സിലാക്കുക. ഇപ്പം നമുക്കറിയാം, ഇപ്പൊ കാണുമ്പോൾ നമുക്ക് മീൻസ് ഒരു വസ്തുവിനെ നമ്മൾ കാണുന്നു.
കാണുമ്പോൾ നമുക്ക് എന്താണ് അതിന്റെ നേച്ചർ പിടികിട്ടത്തില്ല. നമുക്ക് കുറച്ചുകൂടി നല്ലപോലെ ആ ഒരു വസ്തുവിനെ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തൊട്ട് നോക്കണം അല്ലെ? അപ്പൊ ആ ഒരു വ്യത്യാസമാണ് ടാക്ടിൽ ടെക്സ്ചറും വിഷ്വൽ ടെക്സ്ചറും പറയുന്നത്. ടാക്ടിൽ ടെക്സ്ചർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അതിനെന്താണ് നമ്മൾ ഫീൽ ചെയ്യുന്നത് എന്താണോ അതിനെ വിളിക്കുന്ന ആ ഒരു ടെക്സ്ചറിനെ വിളിക്കുന്ന പേരാണ് ടാക്ടിൽ ടെക്സ്ചർ. അതുപോലെ വിഷ്വൽ ടെക്സ്ചർ എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരാളുടെ ഫോട്ടോ കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഞാൻ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു ട്രീ ആണ്. ട്രീ അല്ലെ? ട്രീയെ നമ്മൾ കാണുന്നു, ടച്ച് ചെയ്യുമ്പോൾ അതിൽ എന്തെല്ലാം മീൻസ് ആ ഒരു സർഫസ് എങ്ങനെയാണ്, റഫ് ആണോ, ആ ഒരു രീതി മനസ്സിലാക്കുന്നതാണ് ടാക്ടൈൽ ടെക്സ്ചർ. അതേസമയം അതിന്റെ ഫോട്ടോ കണ്ടിട്ട് മനസ്സിലാക്കുന്നതാണ് വിഷ്വൽ ടെക്സ്ചർ. ഓക്കെ, അപ്പൊ ടെക്സ്ചർ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ദ ഫിസിക്കൽ ഡയമെൻഷണൽ സ്ട്രക്ചർ ഓഫ് എ സർഫസ് അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് കളർ ഓർ ഫോം. അതിന്റെ കളറോ ഫോമോ അതൊന്നും അല്ല, പക്ഷെ അതിന്റെ ഒരു ഫിസിക്കൽ നേച്ചർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നതിനെയാണ് ടെക്സ്ചർ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ മീൻസ് എന്താണ് ഇതിനെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയുന്നതാണ് ടാക്ടൈൽ ടെക്സ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, PSCയുടെ ആൻസർ അതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the orderly pleasing or congruent arrangement of the elements or parts in an artistic whole. ഓക്കെ, അതായത് ഓർഡർലി നമ്മൾ ഒരു പെർട്ടിക്കുലർ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരുണ്ട് യൂണിറ്റി, ഹാർമണി, റീപോസ് ആൻഡ് ഓർഡർ. ഓക്കെ, ആൻസർ വരുന്നത് ഹാർമണി ആണ്. ഓക്കെ, ഹാർമണി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the ratio of approximately 0.6182 to 1 is called, 1 is also called. ഓക്കെ, അതായത് ഈ ഒരു റേഷ്യോനെ 0.6182 to 1 വരെയുള്ള ഈ ഒരു റേഷ്യോനെ വിളിക്കുന്ന പേരെന്താണ്? ഗോൾഡൻ മീൻ, ട്രയാഡ്, ഫിബൊനാച്ചി സീരീസ്, യൂറിത്മി. ഏതാണ് ഗോൾഡൻ റേഷ്യോ അല്ലെങ്കിൽ ഗോൾഡൻ നമ്പർ എന്നൊക്കെയാണ് നമ്മൾ വിളിക്കുന്നത്. ഓൾസോ നോൺ ആസ് ഗോൾഡൻ നമ്പർ, ഗോൾഡൻ പ്രൊപ്പോർഷൻ ഓഫ് ഡിവൈൻ പ്രൊപ്പോർഷൻ. It is the ratio between two numbers that equals approximately 1.618. Okay, 1.618, അതായത് 0.618 കൂടി 1ലേക്ക് ആഡ് ചെയ്യുക. അപ്പൊ ആ ഒരു റേഷ്യോനെ വിളിക്കുന്ന പേരാണ് ഗോൾഡൻ റേഷ്യോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗോൾഡൻ മീൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the symmetric arrangement of interdependent or coordinated parts into a coherent unity or functioning whole. ഒരു സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റിന് നമ്മൾ വിളിക്കുന്ന പേര്. സിസ്റ്റമാറ്റിക്കലി നമ്മൾ മൊത്തം വായിച്ചു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിന് എന്താ വിളിക്കുന്നത്? ഓർഗനൈസ് ചെയ്യുക അല്ലെ? അപ്പൊ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് ഇന്റർഡിപെൻഡന്റ് ഓർ കോർഡിനേറ്റഡ് പാർട്സ് ഇൻ ടു എ കൊഹറന്റ് യൂണിറ്റി ഓർ ഫംഗ്ഷനിങ് ഹോളിൽ വിളിക്കുന്ന പേരാണ് ഓർഗനൈസേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, a straight line to which elements in a composition are preferred for measurement or symmetry. സിമെട്രി കാണിക്കാനോ അല്ലെങ്കിൽ ആ ഒരു മെഷർമെന്റ്, ഓക്കെ, ഒരു കോമ്പോസിഷൻ കാണിക്കാനോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പെർട്ടിക്കുലർ സ്ട്രെയിറ്റ് ലൈനെ വിളിക്കുന്ന പേരെന്താ? എന്താണ്? ഇക്വിപ്പോയിസ് ആക്സസ് അലൈൻമെന്റ് കോഹറന്റ് എന്താണ് വിളിക്കുന്നത്? ആക്സസ് അല്ലെ? ഒരു ആക്സസിനെ വിത്ത് റെസ്പെക്ട് ആണ് നമ്മൾ ആ ഒരു സിമെട്രി പറയുന്നത്. സോ ആക്സസ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, opposition or juxtaposition of dissimilar elements to intensify each element's properties and produce a more dynamic expressiveness. എന്താണ്? ഒപ്പോസിഷൻ ആണല്ലേ, വൈരുദ്ധ്യം, അല്ലെങ്കിൽ ജക്സ്റ്റാപൊസിഷൻ ഓഫ് ഡിസിമിലർ എലമെന്റ്സ്. ആ വൈരുദ്ധ്യത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ടേം ഏതാണ്? കോൺട്രാസ്റ്റ്, എംഫസിസ്, വെറൈറ്റി, ഹൈറാർക്കി. ഏതാണ്? കോൺട്രാസ്റ്റ് ആണല്ലേ, കോൺട്രാസ്റ്റ്, അതാണ് വൈരുദ്ധ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പ്രോസസ് or change taking place by degrees or through a series of gradual successive stages. ഗ്രാജുവൽ സക്സസീവ് സ്റ്റേജസിലൂടെ ഉണ്ടാവുന്ന ഒരു ചേഞ്ചസ്. ഓക്കെ, അപ്പൊ ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഗ്രേഡേഷൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The relationship between dry bulb and wet bulb temperature, absolute and relative humidity and of vapor pressure is shown by. ഓക്കെ, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ, അതുപോലെ തന്നെ അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, വേപ്പർ പ്രഷർ, ഇതിനെല്ലാം കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഗ്രാഫ് ഏതാണ്? ബയോ ക്ലൈമറ്റിക് ചാർട്ട്, സൈക്കോമെട്രിക് ചാർട്ട്, ഹൈഡ്രോഗ്രാഫ്, തെർമോഗ്രാഫ്. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് സൈക്കോമെട്രിക് ചാർട്ട് ആണ്. അടുത്തത് ബയോമെട്രിക് ചാർട്ട് എന്താണെന്ന് വെച്ചാൽ, ബയോ ക്ലൈമറ്റിക് ചാർട്ട് എന്താണെന്ന് വെച്ചാല് graph that analyzes the outdoor environment's thermo-hydrometric conditions to determine a comfort zone, and it can also help architects and designers to select the best passive thermal design strategies for a building based on local climate conditions. Okay, അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് സൈക്കോമെട്രിക് ചാർട്ട് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മീൻ റേഡിയന്റ് ടെമ്പറേച്ചർ ഇസ് മെഷർഡ് ബൈ. മീൻ റേഡിയന്റ് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഗ്ലോബ് തെർമോമീറ്റർ, കട്ടർ തെർമോമീറ്റർ, വെറ്റ് ബൾബ് തെർമോമീറ്റർ, ഡ്രൈ ബൾബ് തെർമോമീറ്റർ. ആൻസർ വരുന്നത് ഗ്ലോബ് തെർമോമീറ്റർ ആണ്.
അടുത്തത് മീൻ റേഡിയന്റ് ടെമ്പറേച്ചർ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദി മെഷർമെന്റ് ഓഫ് ഹൗ ഹ്യൂമൻസ് എക്സ്പീരിയൻസ് റേഡിയേഷൻ ഫ്രം ദെയർ സറൗണ്ടിങ്സ്. ഇപ്പൊ ഒരു മനുഷ്യന് അവന്റെ ചുറ്റുപാടിൽ നിന്നും എങ്ങനെ ആണ് റേഡിയേഷൻ ഏൽക്കുന്നത് അതിന്റെ ഒരു മെഷർ, അല്ലെങ്കിൽ എന്തുമാത്രം റേഡിയേഷൻ അതിനെ എക്സ്പെരിമെന്റ് ചെയ്യുന്നതാണ് മീൻ റേഡിയന്റ് ടെമ്പറേച്ചർ. ആൻഡ് കെറ്റ തെർമോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് മെഷേഴ്സ് എയർ കൂളിംഗ് പവർ ആൻഡ് വിൻഡ് സ്പീഡ് ബൈ മെഷറിംഗ് ഹൗ ലോങ് ഇറ്റ് ടേക്സ് ഫോർ ആൻ ആൽക്കഹോൾ തെർമോമീറ്റർ ബൾബ് ടു കൂൾ. ഒരു ആൽക്കഹോൾ തെർമോമീറ്റർ ബൾബിന് കൂൾ ആവാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഓക്കെ മീൻസ് എങ്ങനെയാണ് നമ്മൾ, അതായത് ഈ കെറ്റ തെർമോമീറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നത് എയർ കൂളിംഗ് പവർ ആൻഡ് വിൻഡ് സ്പീഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വെറ്റ് ബൾബ് തെർമോമീറ്റർ ആണ്. വെറ്റ് ബൾബ് തെർമോമീറ്റർ നമ്മൾ മെഷർ ചെയ്യുന്നത് ടെമ്പറേച്ചർ റീഡ് ബൈ എ തെർമോമീറ്റർ കവേർഡിനെ വെറ്റ് ക്ലോത്ത്. ഒരു തെർമോമീറ്ററിനെ വെറ്റ് ക്ലോത്ത് ഉപയോഗിച്ച് നമ്മൾ കവർ ചെയ്തതിന് ശേഷം ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെറ്റ് ബൾബ് തെർമോമീറ്റർ യൂസ് ചെയ്യുന്നത്. അടുത്ത ഡ്രൈ ബൾബ് തെർമോമീറ്റർ ആണ്. ഡ്രൈ ബൾബ് തെർമോമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, മെഷേഴ്സ് എയർ ടെമ്പറേച്ചർ ബൈ യൂസിങ് എ ബൾബ് ദറ്റ് ഈസ് എക്സ്പോസ്ഡ് ടു ദി എയർ ആൻഡ് പ്രൊട്ടക്റ്റഡ് ഫ്രം റേഡിയേഷൻ ആൻഡ് മോയ്സ്ചർ. മോയ്സ്ചറിൽ നിന്നും റേഡിയേഷനിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്തിട്ട് ഓക്കെ എയറിലേക്ക് എക്സ്പോസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആ റേഡിയേഷൻ എല്ലാം പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു എയർ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനാണ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ നമ്മൾ യൂസ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഹീറ്റ് ഫ്ലോ എയർ ടു എയർ ട്രാൻസ്മിറ്റൻസ് ഇസ് കോൾഡ്. എയർ ടു എയർ ട്രാൻസ്മിറ്റൻസിനെ വിളിക്കുന്ന പേരാണ് യു വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which among the below set of colors are generally known as primary colors of light? ലൈറ്റിന്റെ പ്രൈമറി കളേഴ്സ് ഏതാണ്? ലൈറ്റിന്റെ പ്രൈമറി കളേഴ്സ് ആയിട്ട് വരുന്നതാണ് റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ. ഓക്കെ, ഇതാണ് നമ്മുടെ ലൈറ്റിന്റെ പ്രൈമറി കളർ ആയിട്ട് വരുന്നത്, റെഡ്, വൈറ്റ്, ഗ്രീൻ ആൻഡ് ബ്ലൂ. പക്ഷെ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ പ്രൈമറി കളേഴ്സ് ഏതായിരുന്നു, റെഡും ഗ്രീനും യെല്ലോയും ആയിരുന്നു പറഞ്ഞത്. കാരണം അത് കളർ വീലിൽ അല്ലെങ്കിൽ ആർക്കിടെക്ചർ ആ ഒരു ടേംസിൽ പറയുമ്പോൾ നമ്മുടെ റെഡ്, ഗ്രീന്, യെല്ലോ പറയും. പക്ഷെ ലൈറ്റിന്റെ കേസ് വരുമ്പോൾ റെഡും ഗ്രീനും ബ്ലൂ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ കളർ വീൽ? നമ്മൾ കുറച്ച് മുന്നേ തൊട്ടേ പറയുന്നുണ്ട് കളർ വീൽ അല്ലെ. കളർ വീൽ എന്താണ്? എ വിഷ്വൽ ടൂൾ ദാറ്റ് ഷോസ് അഡിറ്റീവ് കളേഴ്സ്, എ വിഷ്വൽ ടൂൾ ദാറ്റ് ഷോസ് ബേസിക് കളേഴ്സ്, വിഷ്വൽ ദാറ്റ് ഡിസ്പ്ലേ സബ്ട്രാക്റ്റീവ് കളേഴ്സ്, എ വീൽ ദാറ്റ് യു ക്യാൻ പുട്ട് കളേഴ്സ് ഓൺ ഇൻ എനി ഓൺ. അപ്പോൾ ആൻസർ ആയിട്ട് ഞാൻ ആ ഒരു കളർ വീലിന്റെ ഫിഗർ കാണിക്കാം. ഇതാണ് കളർ വീൽ, നമ്മൾ ഓൾറെഡി നിങ്ങൾ കണ്ടു കാണിക്കും അല്ലെ. കളർ വീൽ ഇസ് എ സർക്കിൾ ദാറ്റ് ഓർഗനൈസസ് കളേഴ്സ് ഇൻ എൻ അബ്സ്ട്രാക്ട് വേ. ഒരു പെർട്ടിക്കുലർ രീതിയിലാണ് നമ്മൾ കളറിനെ അറേഞ്ച് ചെയ്യുന്നത്. ഇങ്ങനെ പ്രൈമറി, ടെർഷറി, സെക്കൻഡറി ആ ഒരു രീതിയിൽ അല്ലെ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഏതൊക്കെയാണ് പ്രൈമറിയിൽ വരുന്നത്. ഇത് കളർ വീലിന്റെ ഏറ്റവും സെന്ററിലായിട്ട് പ്രൈമറി ആയിട്ട് വരുന്നത് റെഡ്, ബ്ലൂ ആൻഡ് എന്താണ് യെല്ലോ ആണ്. അടുത്തത് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞതിൽ ഒരു വ്യത്യാസമുണ്ട്. റെഡും ഗ്രീനും യെല്ലോയും അല്ല, റെഡും യെല്ലോയും ബ്ലൂവും ആണ് പ്രൈമറി കളേഴ്സ് ഓഫ് കളർ വീൽ. ഓക്കെ, ഗ്രീൻ അല്ല കേട്ടോ, ഗ്രീൻ നമ്മൾ ഓൾറെഡി സെക്കൻഡറി കളർ ആയിട്ട് പറഞ്ഞതാണ് അല്ലേ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കേസിൽ പ്രൈമറി വരുന്നത് എന്താണ്, റെഡ്, ബ്ലൂ ആൻഡ് യെല്ലോ ആണ് വരുന്നത്. ആൻഡ് ഇതിന്റെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഷെയ്ഡുകളാണ് ഓറഞ്ചും ഈ ഒരു മൂന്ന് കളർ. ഓക്കെ, സെക്കൻഡറി എഴുതിയിരിക്കുന്ന ഈ ഒരു മൂന്ന് കളർ. പിന്നീട് വരുന്നതാണ് ടെർഷറി ആ കൊടുത്തിരിക്കുന്നത് ആ ഒരു അതിന്റെ ഒരു വേരിയേഷൻ ആണ് കാണിച്ചത്. ഓക്കെ, അപ്പം കളർ വീൽ നമ്മൾ യൂസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് കളർ സ്കീംസ്, മിക്സ് കളേഴ്സ്, പിക്ക് കോമ്പാക്റ്റബിൾ കളേഴ്സ് ടു അച്ചീവ് എ ഡിസൈർഡ് വിഷ്വൽ ഇഫക്റ്റ്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് എന്താണ് കളർ വീൽ എന്ന് നമ്മൾ പറയുന്നത്? കളർ വീൽ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, എ വിഷ്വൽ ടൂൾ ദാറ്റ് ഷോസ് ബേസിക് കളേഴ്സ്. ബേസിക് കളേഴ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വിഷ്വൽ ടൂൾ ആണ് എന്തെന്ന് പറയുന്നത് കളർ വീൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇത് ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞേക്കാം. നമ്മുടെ ലൈറ്റിലുള്ള പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത് ലൈറ്റിലുള്ള പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. റെഡും അതുപോലെ തന്നെ ബ്ലൂവും അതുപോലെ ഗ്രീൻ അല്ല, സോറി, റെഡും ബ്ലൂവും ഗ്രീനുമാണ് ലൈറ്റിലുള്ളത്. പക്ഷെ റെഡും ബ്ലൂവും യെല്ലോയുമാണ് എവിടെ ഉള്ളത്? കളർ വീലിൽ പറയുന്നത്. കളർ വീലിൽ നമ്മൾ പറയുന്നത് റെഡും ബ്ലൂവും യെല്ലോയുമാണ് ഇവിടുത്തെ. ഓക്കെ, റെഡും ബ്ലൂവും യെല്ലോയും. ഓക്കെ, ഗ്രീൻ എന്ന് പറയുന്നത് സെക്കൻഡറി കളറാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഇസ് വാല്യൂ? വാല്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും മീൻസ് നമ്മുടെ എസ്റ്റിമേഷനിലൊക്കെ പല രീതിയിൽ പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആർക്കിടെക്ചറുടെ കേസിൽ ഇപ്പൊ നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോഴേ അറിയാൻ പറ്റുമല്ലോ ഏത് വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. കളർ യൂണിറ്റി, ദ സ്കെയിൽ ഓഫ് ലൈറ്റ്നെസ് ടു ഡാർക്ക്നെസ്, ദ വിവിഡ്നെസ് ഓഫ് എ കളർ, അനലോഗസ് കളേഴ്സ്. എന്തായിരിക്കും ഒരു വാല്യൂ എന്ന് പറയുന്നത്? സ്കെയിൽ ഓഫ് ലൈറ്റ്നെസ് ടു ഡാർക്ക്നെസ്സിനെ വിളിക്കുന്ന പേരാണ് വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് ഡിസൈൻ? ഡിസൈൻ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ എലമെന്റ്സ് ഓഫ് ഡിസൈൻ അല്ലാത്തത്.
സ്കെയില്, കോൺട്രാസ്റ്റ്, ബാലൻസ്, കളർ. ഓക്കെ, ഞാൻ എലമെന്റ്സ് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഓക്കെ, ആ എലമെന്റ്സിൽ വരാത്തത് കളറാണ്. ഓക്കെ, സ്കെയിലും കോൺട്രാസ്റ്റും ബാലൻസും എല്ലാം നമ്മുടെ ഡിസൈനിൽ വരുന്നതാണ്. പക്ഷെ കളർ എന്ന് പറയുന്നത് ഡിസൈനിൽ വരുന്നില്ല, ഡിസൈൻ എലമെന്റ് അല്ല. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് ഡിസൈൻ അല്ല. സോ കളർ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഡിസൈൻ എലമെന്റ്? ഡിസൈൻ എലമെന്റ് അല്ലാത്ത ഏതാണ്? ഇതൊക്കെയാണ് ഡിസൈൻ എലമെന്റ്സ് എന്ന് പറയുന്നത്. ലൈൻ, കളർ, ഫോം ആൻഡ് ഷേപ്പ്, സ്പേസ്, ടെക്സ്ചർ, വാല്യൂ. ഓക്കെ, അപ്പൊ പ്രിൻസിപ്പിളും ഉണ്ട്, എലമെന്റ്സും ഉണ്ട്. രണ്ടും ഡിഫറെന്റ് ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ഡിസൈനും ഉണ്ട്, എലമെന്റ്സ് ഓഫ് ഡിസൈനും ഉണ്ട്. നമ്മുടെ പ്രിൻസിപ്പിൾസ് ആൻഡ് എലമെന്റ്സ് ഓഫ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. പ്രിൻസിപ്പിൾ ഓഫ് ഡിസൈന്, എലമെന്റ്സ് ഓഫ് ഡിസൈൻ. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് ഡിസൈനിൽ വരുന്ന സ്കെയില്, കോൺട്രാസ്റ്റ്, ബാലൻസ് ആണ്. ബാക്കിയുള്ള പ്രിൻസിപ്പിൾസ് എല്ലാം അതിൽ സ്പെസിഫൈ ചെയ്യുന്നുണ്ട് ആ വീഡിയോയിൽ. ആൻഡ് ഓൾസോ ഡിസൈൻ എലമെന്റ് എന്ന് പറയുന്നത് മീൻസ് അല്ലെങ്കിൽ എലമെന്റ്സ് ഓഫ് ഡിസൈൻ എന്ന് പറയുന്നതിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതിൽ ലൈൻ, കളർ, ഫോം ആൻഡ് ഷേപ്പ്, സ്പേസ്, ടെക്സ്ചർ, വാല്യൂ, ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ എന്താണ് ഇതിൽ ഡിസൈൻ എലമെന്റ് അല്ലാത്ത ഏതാണ്? മൂവ്മെന്റ് ആണ് അല്ലെ? മൂവ്മെന്റ് ആണ് ഡിസൈൻ എലമെന്റ് അല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ഫോളോയിങ് ഈസ് എ ട്രഡീഷണൽ സ്പേസ്? ട്രാൻസിഷണൽ സ്പേസ്. ട്രാൻസിഷൻ എന്ന് വെച്ചാൽ എന്താണ്? മൂവ്മെന്റ് ആണ് അല്ലെ? ട്രാൻസിഷണൽ സ്പേസ് നമ്മൾ മൂവ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്പേസ്. വർക്ക് ഏരിയ, കോറിഡോർ, മൾട്ടി പർപ്പസ് ഹോൾ, ഡ്രോയിങ്, ഏത് വരും? കോറിഡോർ ആണ് ട്രാൻസിഷണൽ സ്പേസ് എന്ന് പറയുന്നത്. കോറിഡോർ ആണ് നമ്മൾ മൂവ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ടിന്റ്? നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ടിന്റ് അല്ലെ? ടിന്റ് എന്തായിരുന്നു? ഒരു പെർട്ടിക്കുലർ കളറിലേക്ക് വൈറ്റ് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മിക്സർ ഓഫ് എ കളർ വിത്ത് വൈറ്റ്. അതാണ് ടിന്റ്. ബ്ലാക്ക് ആണെങ്കിൽ എന്ത് വിളിക്കും? നമ്മൾ ഓൾറെഡി അതെല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ്. ഓക്കെ, ഷെയ്ഡ് എന്ന് വിളിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാം കളേഴ്സ് ആർ യൂഷ്വലി അസോസിയേറ്റ് വിത്ത് വാട്ട് കൈൻഡ് ഓഫ് ഇമോഷൻസ്? ഇതും നമ്മുടെ പ്രീവിയസ് വീഡിയോസിലൊക്കെ ആർക്കിടെക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. വാം കളേഴ്സും ബൈ കളേഴ്സും എല്ലാം. അപ്പൊ നമുക്ക് നോക്കാം. അതായത് വാം കളേഴ്സ് ആർ യൂഷ്വലി അസോസിയേറ്റ് വിത്ത് ഏതാണ്? ലേസിനെസ്, പീസ്, അഗ്രഷൻ, പാസീവ്നെസ്. വാം കളേഴ്സ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് PSCയുടെ ആൻസർ പ്രകാരം അഗ്രഷൻ ആണ്. ഓക്കെ, വാം കളേഴ്സ് മീൻസ് റെഡ് കളർ ആണ് ആക്ച്വലി അത് കാണിക്കുന്നത്. വാം കളറിൽ വരുന്ന റെഡ്, ഓറഞ്ച് എല്ലാം വാം കളേഴ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഹയസ്റ്റ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ വാസ് ബിൽഡ് ബൈ അക്ബർ? അക്ബർ ബിൽഡ് ചെയ്തിരിക്കുന്ന ഹയസ്റ്റ് ഗേറ്റ് വേ ഏതാണ്? ഡൽഹി ഗേറ്റ്, അമോസിൻ ഗേറ്റ്, ലാഹോർ ഗേറ്റ്, ബുലാദ് ദർവാസ. ഏതാണ് വരുന്നത്? ബുലാദ് ദർവാസയാണ് അക്ബർ കൺസ്ട്രക്ട് ബിൽഡ് ചെയ്തത്. ഓക്കെ, അടുത്തത്, വിച്ച് ഡൈനാസ്റ്റി ഗേവ് ഇന്ത്യ ഇറ്റ്സ് ഫേമസ് ടെമ്പിൾസ് ഓഫ് ഖജുരാഹോ? മൗര്യാസ്, പരമര, ചന്ദേലാസ്, ഹോൾക്കാർസ്. നമ്മുടെ ഖജുരാഹോ ടെമ്പിൾസ് എന്ന് പറയുന്നത് ചന്ദേലയാണ്, ചന്ദേലാസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ടെമ്പിൾ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് റോക്ക് കട്ട് ആർക്കിടെക്ചർ? റോക്ക് കട്ട് ആർക്കിടെക്ചറിന് എക്സാമ്പിൾ ആയിട്ട് വരുന്ന ടെമ്പിൾ ഏതാണ്? റോക്ക് കട്ട് ആർക്കിടെക്ചർ ആണ്. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, റോക്ക് മീൻസ് പാറയിൽ തന്നെ കുത്തി നിർമ്മിച്ചിരിക്കുന്നത്. വരുന്നത് ഓപ്ഷൻസ് രാജരാജേശ്വരി ടെമ്പിൾ, ഷോർ ടെമ്പിൾ, ജഗന്നാഥ ടെമ്പിൾ, കൈലാസ ടെമ്പിൾ ആണ്. ഈ ഒരു ഫിഗറിൽ കാണിച്ചിരുന്ന ടെമ്പിൾ നമ്മുടെ എല്ലോറ ഗുഹകളിൽ നിർമ്മിച്ചിരിക്കുന്ന കൈലാസ ടെമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ആൻസർ വരുന്ന ഏതാണ്? ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്? വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് അല്ലാത്തത് ഏതാണ്? സാഞ്ചി സ്തൂപ, മാണ്ടു ഫോർട്ട്, ഖജുരാഹോ ടെമ്പിൾസ്, ബിംബേദ്ക റോക്ക് ഷെൽട്ടേഴ്സ്. ആൻസർ വരുന്നത് മാണ്ടു ഫോർട്ട് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് Pietra dura? A form of mural painting, a technique of sculpting with wood, a type of pottery, a mosaic art form using cut to shape pieces of harvest. ഈ Pietra durയുടെ ഫിഗർ ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു അതായത് ഇത്രയേ ഉള്ളൂ. A mosaic art form using cut to shape pieces of hard stone. അതാണ് ഈ ആൻസർ. ഇത് തന്നെ സെയിം ക്വസ്റ്റ്യൻ തന്നെ വേറെ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഇസ് Pietra dura? ഇത് വേറെ മീൻസ് സെയിം തന്നെ, ക്വസ്റ്റ്യൻ സെയിം തന്നെയാണ്, പക്ഷെ ഓപ്ഷൻസിന് വ്യത്യാസമുണ്ട്. നോക്കുക, ഡെക്കറേറ്റിംഗ് ദ സീലിംഗ്സ് വിത്ത് മിനിയേച്ചർ പെയിന്റിംഗ്സ്, കോമ്പിനേഷൻ ഓഫ് ഇന്ത്യൻ ആൻഡ് പേർഷ്യൻ ആർട്ട്, ഫ്ലവേഴ്സ് അഡോൺ ദി വാൾസ് വിത്ത് പ്രഷ്യസ് സ്റ്റോൺസ്, ബിൽഡിംഗ്സ് വിത്ത് ഗ്ലേസ്ഡ് ടൈൽസ് ആൻഡ് മാർബിൾസ്. ആക്ച്വലി സ്റ്റോണിന്റെ വർക്കാണ് അല്ലെ? ഇവിടെ നമ്മൾ തന്നെ ഹാർഡ് സ്റ്റോൺ, പീസസ് ഓഫ് ഹാർഡ് സ്റ്റോൺ ആണ്. ഓക്കെ, എന്നിട്ട് അതിനെ ആർട്ട് ചെയ്തേക്കുന്നു.
അതുപോലെ തന്നെയാണ് ഇവിടെ ഉണ്ട്. ഫ്ലവേഴ്സ് അഡോൺ ദി ഗോൾസ് വിത്ത് പ്രഷ്യസ് സ്റ്റോൺസ്. അപ്പം സ്റ്റോൺ വെച്ചിട്ട് നിർമ്മിക്കുന്ന ഒരു സംഭവമാണിത് പിയട്ര ഡ്യൂറ എന്ന് പറയുന്നത്. ഓക്കെ, സോ സി ആണ് ഈ ഒരു കേസിൽ ആൻസർ. അപ്പൊ ഞാൻ രണ്ട് ക്വസ്റ്റ്യൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. രണ്ട് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കാൻ ഈ ഒരു ഫിഗറും കൂടി നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മെയിൻ ബ്ലോക്ക് ഓഫ് ദി സുപ്രീം കോർട്ട് ബിൽഡിംഗ് ഓഫ് ഇന്ത്യ വാസ് ഡിസൈൻഡ് ബൈ വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർക്കിടെക്ട്. അതായത് സുപ്രീം കോർട്ട് ബിൽഡിംഗ് ഓഫ് ഇന്ത്യ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഏത് ആർക്കിടെക്ട് ആണ്? ആനന്ദ് ദാമോദർ രാജി, വസന്ത് കമ്മത്ത്, അച്യുത് പുരുഷോത്തം കൻവിന്റെ, ഗണേഷ് ബിക്കാജി ദിയോളലികർ. ഇതാണ് നമ്മുടെ ഓപ്ഷൻസ് വരുന്നത്. മീൻസ് നമ്മുടെ ഈ ഒരു സുപ്രീം കോർട്ട് ബിൽഡിംഗ് ഓഫ് ഇന്ത്യ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആർക്കിടെക്ട് നമ്മുടെ PSCയുടെ ആൻസർ പ്രകാരം ഗണേഷ് ബിക്കാജിയാണ്. ഓക്കെ, ആൻസർ എന്നത് ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. The Statue of Unity in India is the world's tallest statue of Vinod Bhave, Dr. B.R. Ambedkar, Sardar Vallabhbhai Patel, M.K. Gandhi. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ സ്റ്റാച്യു എന്ന് പറയുന്നത് സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്റ്റാച്യു ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which architect became the first woman in history to be awarded the Pritzker Prize? പ്രിസ്കർ ആർക്കിടെക്ചർ പ്രൈസ് കിട്ടിയത് ഏത് വനിതയ്ക്കാണ്? അത് ആ വനിതയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വുമൺ ഇൻ ഹിസ്റ്ററി ആണ് ടു ബി അവാർഡഡ് ദി പ്രിസ്കർ പ്രൈസ്. ഓക്കെ, അപ്പൊ ആ ഒരു പ്രൈസ് കിട്ടിയ ആർക്കിടെക്ട് വനിതയായ ആർക്കിടെക്ട് ആരാണ്? എലിസബത്ത് ഡില്ലർ, കസൂയോ സെജീമ, സാഹ ഹാദർ, റെൻസോ പിയാനോ. ആൻസർ വരുന്നത് സി ആണ്, സാഹയാണ്. ഓക്കെ, സോ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇതെല്ലാം ഈ ഒരു 47 ക്വസ്റ്റ്യൻസും നമ്മുടെ ആർക്കിടെക്ചർ സിലബസിൽ വരുന്ന അല്ലെങ്കിൽ ആർക്കിടെക്ചറും കൂടി ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന നമ്മുടെ ആർക്കിടെക്ചർ ഡ്രാഫ്റ്റ്മാൻ പോലെയുള്ള എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് കഴിഞ്ഞ ഒരു 2-3 വർഷത്തിനുള്ളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പം ഇതിൽ തന്നെ റിപ്പീറ്റിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഇതെല്ലാം നിങ്ങൾ നോക്കുക. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾ മീൻസ് ഈ ഒരു PSCയുടെ ആൻസർ പ്രകാരമുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരുന്നു ഇത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.